ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? കഴിഞ്ഞു. താങ്ക്സ് ഒക്കെ ഞാൻ എടുത്തോളാം. എന്ത്? അതെ, തണുപ്പിക്കാതെ കുടിക്കാൻ പറഞ്ഞതാ. അപ്പൊ ഓക്കെ, നിങ്ങൾ റൂമിലേക്കല്ലേ? അനു, ബുക്ക് വാങ്ങണ്ടേ? ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. ഞങ്ങൾ പുറത്തേക്കാ ബ്രോ. ഞങ്ങൾക്ക് ഒരു ബുക്ക് വാങ്ങിക്കാനുണ്ട്. എന്ത് ബുക്കാ? അതൊരു എക്സാം പ്രിപ്പറേഷൻ ബുക്കാ. സാറ് പറഞ്ഞു ഇവിടെ ബുക്ക് ഷോപ്പിൽ കിട്ടൂന്ന്. ഓ അതാണോ? ആ ഷോപ്പ് ഇച്ചിരി ദൂരെയാ. ബുക്ക് റൂമിലുണ്ട്. അത് മതിയെങ്കിൽ കൊണ്ടുതരാം. ആ അത് മതി. എക്സാം കഴിഞ്ഞ് തിരിച്ചു തരാം. നിന്റേതും ഇല്ലേ ദേവാ റൂമിൽ? കാണും. എന്നാ നിങ്ങൾ വിട്ടോ, വൈകിട്ട് ഇറങ്ങുമ്പോ അതുവഴി വരാം. ശരി ബ്രോ, ബൈ. ബൈ മീര. ബൈ. എന്തു പറ്റി ദേവ? എന്താ നീ അവളോട് പറഞ്ഞേ? രണ്ടുപേരുടെ മുഖത്തും ഒരു പിരിമുറുക്കമുണ്ടല്ലോ. അവളെ ഡേറ്റ് ചെയ്യണമെന്ന്. നീ ഇത്ര പെട്ടെന്ന് പറഞ്ഞോ? പറഞ്ഞു. ഈ വീക്കല്ലേ ഉള്ളൂ. ഈ വീക്കോ? അതെന്താ? അല്ല, നത്തിങ്. പറയാൻ തോന്നി, പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? 2 days. ആലോചിച്ച് പറയട്ടെ. നീ സീരിയസ് ആണല്ലോ അല്ലേ? വാട്ട്സ് യുവർ പ്ലാൻ? ഞാൻ റഷ് ആക്കുന്നില്ല. ഈ പറയാതെ അറിയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് വേറൊരു ഫീലാ. എന്നിട്ടേ ഉള്ളൂ പ്രപ്പോസലൊക്കെ. ഓ, ഓൾ ദി ബെസ്റ്റ്. സെയിം ടു യു. അത് ശരി. ബുക്കും തുറന്നു വെച്ച് നീ ഇത് ഏത് ലോകത്താ നന്ദു? എന്തോ ഒരു പേടി, എന്തോ നടക്കാൻ പോകുന്ന പോലെ. നീ ലൈബ്രറിയിൽ നിന്ന് വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതായി ടെൻഷൻ. എന്താ ആനന്ദ് ബ്രോ നിന്നോട് പറഞ്ഞേ? ബ്രോയും അല്പം മൂഡ് ഓഫ് ആയിരുന്നല്ലോ. എന്നെ പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. 2 ദിവസം ടൈം തന്നു. ആലോചിച്ച് റിപ്ലൈ തരാൻ പറഞ്ഞു. നന്ദു, എനിക്കറിയാം നിന്റെ റിപ്ലൈ എന്തായിരിക്കുമെന്ന്. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ചോദിക്കുക, നീ എന്താ പറയാൻ പോന്നെ? ഇല്ല, എനിക്കറിയാം. എല്ലാ പെൺകുട്ടികളെയും പോലെ ഇതും ബ്രോയ്ക്കൊരു തമാശയാ. പക്ഷേ എനിക്ക് വയ്യ. ഞാനതൊന്നും ശീലിച്ചിട്ടില്ല. നോ തന്നെയാ മറുപടി. പക്ഷേ എനിക്ക് നല്ല പേടിയാ. നന്ദു, നീ പേടിക്കണ്ട. എന്തായാലും ഉള്ളത് പറയണം. ബാക്കി നമുക്ക് നോക്കാം. അറിയില്ലല്ലോ, എന്തോ നടക്കാൻ പോകുന്ന പോലെ ഒരു നെഗറ്റീവ് ഫീലിംഗ്. ബ്രോ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അയ്യോ, കരയണ്ട. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ശരിയാവും. ആനന്ദ് ബ്രോ എന്തായാലും നിന്നെ വേദനിപ്പിക്കുകയൊന്നുമില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. എന്തു തന്നെയായാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. ഇന്നിനി പഠിക്കണ്ട, കിടന്നു. നാളെ തന്നെ നമുക്കൊരു റിപ്ലൈ കൊടുക്കാം. അപ്പോൾ ഈ ടെൻഷൻ വേണ്ടല്ലോ. വാ. നീ വരാതിരുന്നിട്ട് കാര്യമുണ്ടോ നന്ദു? ഇന്നല്ലെങ്കിൽ നാളെ നീ ആനന്ദ് ബ്രോയെ എന്തായാലും ഫേസ് ചെയ്യണ്ടേ? എടാ നോക്ക്,
നീ ഇന്ന് പോയി നോ പറഞ്ഞാൽ ബാക്കിയുള്ള ദിവസം സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാലോ. അല്ലെങ്കിൽ നീ ഇത് പറയുന്നവരെ ടെൻഷൻ അടിച്ച് നടക്കേണ്ടി വരും. എത്ര ദിവസം നീങ്ങിയാലും നിന്റെ റിപ്ലൈ നോ തന്നെയാണല്ലോ. പിന്നെ അത് ഇന്ന് പറയുന്നതല്ലേ നല്ലത്. റെഡിയായി വാ, ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. എന്താ നന്ദു? അവര് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പൊ ഒരു സീനാക്കണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ആഹാ, അതെന്നാ പോക്കാ? 7 അയലത്ത് കണ്ടിട്ടില്ലാത്തൊരു സ്റ്റാൻഡ്, അത് കൊള്ളാം. അത് ഞങ്ങൾക്ക് ഇത്തിരി തിരക്കുണ്ടായിരുന്നു ബ്രോ, അതാ. പിന്നെ ഞാൻ കരുതി നിങ്ങൾ വേറെ ആരെയും നോക്കി നിന്നതാന്ന്. ആ, ഞാനോർത്ത് നിങ്ങൾക്ക് ഇതെന്താന്ന്. ശരി വിട്ടോ, പിന്നെ കാണാം. ഞാൻ ആനന്ദ് ബ്രോയ്ക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ലൈബ്രറിയിലേക്ക് പോകാം. ഈ അവർ ആരും ലൈബ്രറിയിലേക്ക് പോകുന്നത് കണ്ടില്ല. ഇത് തന്നെയാ പറ്റിയ സമയം. ജീവ വാ. എന്താ ദേവ, എങ്ങോട്ടാ? അലീന മെസ്സേജ് ഇട്ടിരുന്നു, ലൈബ്രറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു, മീരയ്ക്ക് സംസാരിക്കണമെന്ന്. ഓ, ഓൾ ദി ബെസ്റ്റ്. അല്ല, അതിന് ഞാനെന്തിനാ? നീ തനിയെ പോകുന്നല്ലേ നല്ലത്. നോ, അലീന കൂടെ ഉണ്ടാവും. സോ നീ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പ്രൈവസിയും കിട്ടും, നിനക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം. ഓ അങ്ങനെ, ഓക്കെ ദെൻ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ബൈ. ഏയ്, ഇനിയിപ്പോ നിങ്ങൾക്ക് പ്രൈവസി തന്നില്ല എങ്ങനെയാ? അതുകൊണ്ട് ഞാനും വരാം. ഓ പോടാ. എനിവേ, ഐ എം ഹാപ്പി. എനിക്ക് നീ ആ മരിയെ ഡേറ്റ് ചെയ്യുന്നതിനോട് ഒരു താല്പര്യമില്ലായിരുന്നു. ഐ നോ. എന്നാൽ അവൾ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുന്നു ഞാൻ ഓർത്തില്ല. സമ്മതിക്കാതെ എവിടെ പോവാൻ? അവളെ പോലെ ഒരുത്തിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ആളാണോ ഈ ആനന്ദ് അമ്മ? ദാ, ടേക്ക് ഹർ വിത്ത് യു. ക്യാൻറ്റീനിലേക്ക് വിട്ടു, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. നിന്റെ ആക്രാന്തമൊന്നും അതിനോട് കാണിക്കില്ലേ? ഒരു മയമൊക്കെ വേണം. ഷീ ഈസ് നോട്ട് ലൈക്ക് അതർ ഗേൾസ് യു ഡേറ്റഡ്. ഓഫ് കോഴ്സ് ഷീ ഈസ് നോട്ട്. എനിവേ, ഒന്ന് റൊമാൻസിക്കാൻ പറ്റിയ ആംബിയൻസാ. അലീന വാ, ലെറ്റ്സ് ടോക്ക് ഫോർ എ വൈൽ. ഈശ്വരാ, ഞാനെങ്ങനെ പറയും? ആനന്ദ് ബ്രോ ഒരു പോസിറ്റീവ് റിപ്ലൈ പ്രതീക്ഷ നിൽക്കുന്നെന്ന് കണ്ടാലേ അറിയാം. ഞാൻ കൃഷ്ണ, അത് എനിക്ക് പറയാൻ എനിക്ക് കഴിയില്ല. ക്ഷമിക്കണം. നമുക്ക് സുഹൃത്തുക്കളായി തുടരാം. What? No? And why? പ്ലീസ് മനസ്സിലാക്ക്. Meera, I'm not here to hear anything funny. ഇല്ല, എനിക്ക് കഴിയില്ല. സോറി. Reason? കാരണം എനിക്കിഷ്ടമല്ല. ഞാൻ ബ്രോയെ പോലെയല്ല. എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പാരൻസാ തീരുമാനിക്കുന്നത്. പിന്നെ മീര, ഇറ്റ്സ് ജസ്റ്റ് ഡേറ്റിംഗ്. അതിനും പാരന്റ്സിന്റെ പെർമിഷൻ ഒക്കെ എടുക്കാൻ പറ്റുമോ? എനിക്ക് ഡേറ്റിംഗ് ചെയ്യാൻ ഇഷ്ടമില്ല.
പിന്നെ ബ്രോയെ പോലെ ഒരാളെ അല്ല ഞാൻ എനിക്ക് ഇഷ്ടം. റിയലി? ഡു യു നോ മൈ റേഞ്ച്? നിനക്കറിയോന്ന്? നിന്നെ പോലെ ഒരാളെ സ്നേഹിക്കാൻ ഞാൻ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ? ക്യാൻ യു ഇമാജിൻ? ദെൻ ഹൂ ആർ യു ടു റിജക്ട് എ പ്രപ്പോസൽ ഫ്രം ആനന്ദു അമ്മ? ശരിയാ, നമ്മൾ ചേരില്ല. അത് മാത്രമല്ല, എനിക്കൊരു ഡേറ്റിങ്ങിന് താല്പര്യമില്ല. കാരണം ഞാൻ നിങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരാളല്ല. ഞാൻ ഈ ജന്മത്തിൽ ഒരാളെ മാത്രമേ സ്നേഹിക്കുള്ളൂ. അയാളെ ആയിരിക്കും ഞാൻ കല്യാണം കഴിക്കുന്നതും. അയാൾക്ക് മാത്രമായിരിക്കും എൻ്റെ മനസ്സും ശരീരവും ഞാൻ കൊടുക്കുക. സോറി.